ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചക്ക കിട്ടിയ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ ജമീലാമ്മക്ക് എപ്പോഴും ചക്ക ഭയങ്കര ഫേവറേറ്റാണ്, എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ അടുത്തൊരിത്ത ചക്ക വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വെട്ടി ഒരുക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞു രാജാവ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ ജമീലാമ്മ ഇങ്ങനെ ചക്ക ഒരുക്കിയിടുമ്പോൾ നമ്മുടെ കുഞ്ഞിനാണേലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കയൊക്കെ. അവളും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് ജമീലാമ്മ പെരയ്ക്കകത്തോട്ട് വന്നു കേട്ടോ. അങ്ങനെ ദേ അമ്പട് കുഞ്ഞും ജമീലാമ്മയും കൂടി അങ്ങനെ ചക്കയൊക്കെ വെട്ടി ഒരുക്കി. ആ സമയത്താണേലും ഞാനൊന്ന് പെരയൊക്കെ അടിച്ചു വാരി തൂത്തു അടച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ പെര തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അമ്പട് കുഞ്ഞ് വന്നത്. എന്ത് പണി ചെയ്താലും നമ്മുടെ അമ്പട് കുഞ്ഞു അവിടെ കൂടെ കാണുന്ന അമ്പട് കുഞ്ഞിനും ഒരു നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ദേ പെരയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജമീലാമ്മ ഏകദേശം ചക്ക ഒരുക്കി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ ചക്ക പുഴുക്ക് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. ചക്ക അങ്ങനെ പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മുടെ ചക്ക വെന്ത് വന്നപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ചടപടാന്ന് ചക്കയാണെങ്കിലും പുഴുങ്ങാണ് കേട്ടോ. എന്താ പറയുക, മീൻ കറിയോ അല്ലെങ്കിൽ നമ്മുടെ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചക്ക കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഒത്തിരി ദിവസം കൂടി നമുക്കൊരു ചക്ക കിട്ടിയതുകൊണ്ടാണെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജമീലാമ്മ അത്യാവശ്യം നല്ല രീതിയിൽ ചക്ക പുഴുങ്ങി എടുക്കട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ജലദോഷം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ സൗണ്ട് അടഞ്ഞിരിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നാണ്ട് കോമ്പിനേഷൻ ആയിട്ടുണ്ടായിരുന്ന ബീഫും കുറച്ച് മാങ്ങാച്ചാറൊക്കെ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി ഞാൻ പെട്ടെന്ന് ചക്കപ്പുഴുക്ക് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളാണെങ്കിൽ ജമീലാമ്മയും അമ്പട് കുഞ്ഞും എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മുടെ അക്കച്ചിയുടെ തറവാട് വീടുണ്ട് കേട്ടോ, അവിടം വരെ ഒന്ന് പോവാണ് കേട്ടോ. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ചക്കപ്പുഴുക്ക് അവിടെ ഒന്ന് എത്തിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ദേ ചക്ക പുഴുങ്ങിയതൊക്കെ ആയിട്ട് ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞോളെയും കുഞ്ഞാറ്റേനെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്പട് കുഞ്ഞിന് പിന്നെ വേറെ ആരെയും വേണ്ട. അപ്പോൾ അവരങ്ങനെ ഓടി നടന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടെ കുറേ പിള്ളേരെ കണ്ടു, അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിലോട്ട് വീണ്ടും തിരിച്ച് കയറി വന്നു. നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ 4 മണിക്ക് നല്ല കട്ടൻ ചായ അടിപൊളിയായിട്ട് റെഡിയാക്കിക്കൊണ്ട് വന്നു. പിന്നെ കഴിക്കാൻ എന്താ പലഹാരം എന്ന് ചോദിച്ചാൽ ചായക്കട പലഹാരം മേടിച്ചുകൊണ്ട് ഒരു വട്ടം ചെയ്ത് അമ്പട് കുഞ്ഞിനൊരു വട കിട്ടി. അത് ദേ മഴയും കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് മഴയും പെയ്തു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റായിരുന്നു അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ദേ ഞങ്ങൾ ചക്കപ്പുഴുക്കും കൊടുത്ത് കുറച്ച് നേരം അവിടുത്തെ എല്ലാവരുമായിട്ട് കുശലമൊക്കെ പറഞ്ഞിട്ട് ദേ ഞങ്ങൾ പയ്യെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോളാണെങ്കിൽ അമ്പട് കുഞ്ഞിനെ യാത്രയാക്കാൻ വരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ.